ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടല്ല. മോഡൽ രേണു എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് കേട്ടോ. രേണു സുധി എന്നുള്ള പേര് മാറിയപ്പോൾ മോഡൽ രേണു. അത് തന്നെയാണ് ഈ വീഡിയോയ്ക്ക് ഒരു ക്യാപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മോഡൽ രേണു, വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കും തോറും വളർന്നുകൊണ്ടിരിക്കുന്ന രേണു. അതാണ് നമ്മുടെ ഒരു ക്യാപ്ഷൻ. ശരിയാണ്, വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കും തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു താരം. അത് ഏത് രീതിയിലാണ് വളരുന്നു എന്നുള്ള മാത്രമാണ് നമുക്കിവിടെ നോക്കേണ്ടതുള്ളൂ അല്ലേ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഫോട്ടോഷൂട്ടുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നതോറും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ഇപ്പോൾ നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊക്കെ എങ്ങനെ ഈ ഒരു രേണുവിനെ ചെയ്യാൻ തോന്നുന്നു, അല്ലെങ്കിൽ എങ്ങനെ സാധിക്കുന്നു? ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. എന്തായാലും നമുക്ക് കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഇവരുടെ കമന്റ് ബോക്സിലുള്ള മറ്റുള്ള പ്രേക്ഷകരുടെ അവരുടെ പ്രതികരണം നമുക്കൊന്ന് ആദ്യം നോക്കാം. നല്ലൊരു യൂട്യൂബർ ആകാമായിരുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യുമായിരുന്നല്ലോ. ഇതിപ്പോ ആ ഒരു കമന്റ് ശരിയാണല്ലേ. ഇവര് രേണുവിനെ ഇപ്പോൾ അറിയാം, ജീവിക്കാനുള്ള മാർഗമില്ല, സ്വയം അഭിനയം എന്നുള്ള ഒരു കല തന്നെയാണ് അവർക്ക് അറിയാവുന്നുള്ളത്. നല്ലൊരു യൂട്യൂബർ തന്നെ ആയാൽ തന്നെ നല്ല രീതിയിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളുടെ ഭാര്യ എന്ന് പറയുമ്പോൾ തന്നെ കൊല്ലം സുധി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു സ്നേഹം ഈ ഒരു രേണുവിനും മക്കളോടും ഉണ്ടായിരുന്നു. അപ്പം രേണുവിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും നല്ലൊരു സപ്പോർട്ട് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമായിരുന്നു. കെട്ടിവൻ പോയ ഉടനെ അഴിഞ്ഞാട്ടം അല്ല ഒഴിഞ്ഞാട്ടം, അവിടെ തിരുത്തി പറയുന്നുമുണ്ട്. സുധിയേക്കാൾ എത്രയോ നല്ല കലാകാരന്മാരായിരുന്നു അബി, കൊച്ചിൻ ഹനീഫ. ഇവരുടെ ഭാര്യമാർ ഇത്രയും തരം താഴ്ന്നിട്ടില്ല. അതാണ് കലാകാരന്മാരുടെ കുടുംബം. ഇവിടെയും എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ഇതൊക്കെ രേണു കേൾപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ട് കണ്ടല്ലോ, അരങ്ങാണം എടുത്ത് കാണിക്കുന്നതും ആ ഒരു എക്സ്പോസ് ചെയ്യുന്ന രീതിയൊക്കെ കണ്ടതാണല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ രേണുവിന് ഡ്രസ്സിങ്ങിലും എല്ലാം കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ വീഡിയോ മാത്രമല്ല, അത് നമ്മളിപ്പോ മറ്റു അവരുടെ വീഡിയോസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പൊ മിക്ക വീഡിയോയിലും ഈ ഒരു മുടി കൊണ്ട് ഫ്രണ്ടിൽ ആ ഒരു എന്താ പറയാ, മുടി കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. കംഫർട്ട് അല്ലാത്ത രീതിയിൽ മുടി കൊണ്ടാണ് മറയ്ക്കാൻ ശ്രമിക്കുന്നത്. അതിനെ വിമർശിച്ച് ഒരുപാട് പേര് പറയുന്നു. അത് അവിടെ കൊണ്ട് തീരുമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ഇതാ അരങ്ങാണം എടുത്ത് കാണിക്കുന്ന രീതിയിൽ, അതും ശരിക്കും പറഞ്ഞാൽ ഓവറായി എന്ന് വേണമെങ്കിൽ പറയാം. രേണു, കുട്ടിയുടെ ഒരു വീഡിയോയ്ക്കും തെറ്റായ കമന്റ് ഇടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് പറയുക. സുധി, വിവാഹം കഴിക്കുന്നതിന് മുന്നേ നിന്നെ എനിക്കറിയാം. കാരണം മോളുടെ ചർച്ചിൽ ഒരു ഇടവക എന്റെ അമ്മയുടെ ഫാമിലിയാണ്. നാടകം, സിനിമ ഒക്കെ നല്ലത്, ജീവിക്കാൻ വഴിയുമാണ്. ഇമാതിരി ഡ്രസ്സ് ധരിപ്പിച്ചു തരുന്ന വീഡിയോ, അതൊക്കെ കുട്ടി നിന്നെ ചൂഷണം ചെയ്യുന്ന പോലെ തോന്നി. ആ പാവാട അത്ര ഇറക്കിയിട്ട് വീഡിയോ പിടിക്കുമ്പോൾ അതിലവർക്ക് നേട്ടമുണ്ട്. കുട്ടിക്ക് കിട്ടുന്നത് പ്രതിഫലം ആലോചിക്കുക. തെറ്റാണെങ്കിൽ പറഞ്ഞതിൽ ക്ഷമിക്കണം കേട്ടോ. ഈ ഒരു കമന്റിലെ ആ ഒരു വ്യക്തി പറയുന്നുണ്ട് അവര് ഈ സുധിയെ ചൂഷണം ചെയ്യുകയാണെന്നും. ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആയിരിക്കാം അല്ലെ. കാരണം എല്ലാവർക്കും അറിയാം രേണു സുധി എന്ന ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഇപ്പോൾ നെഗറ്റിവിറ്റിയിലൂടെ മാത്രമേ ഫേമസ് ആകാൻ കഴിയൂ എന്നുള്ളവർക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത് പലരും ഫോട്ടോഷൂട്ടും അല്ലെങ്കിൽ എന്താ പറഞ്ഞ പല കാര്യങ്ങളുമായിട്ട് രേണുവിനെ അടുത്തതും രേണു അതിനൊക്കെ സമ്മതിച്ചതും രേണു ഏത് രീതിയിൽ അഭിനയിക്കാനും തയ്യാറാണ് എന്ന രീതിയിൽ രേണു എപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ചൂഷണം ചെയ്യുന്നു എന്ന് ഒരു വാക്ക് പറഞ്ഞല്ലോ. ചൂഷണത്തിന് നമ്മൾ എന്തിനാ നിന്നു കൊടുക്കുന്നത്? ഇപ്പം രേണു എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയല്ല, 2 മക്കളുടെ അമ്മ തന്നെയല്ലേ. ജീവിതമെല്ലാം അറിഞ്ഞു വരുന്ന ആള് തന്നെയാണ്, ലോക പരിചയമുള്ള ആള് തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതിന് പിന്നിൽ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻ നമ്മൾ തന്നെ കീപ്പ് ചെയ്യണം. കാരണം അതിന് പിറകിൽ നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ മക്കളുണ്ട്. ഈ വീഡിയോസ് ആ മക്കൾ കാണുമ്പോൾ എന്തായിരിക്കും വിചാരിക്കാം? എല്ലാത്തിനും മക്കൾ സപ്പോർട്ടാണ് എന്ന് പറയുന്നവര് ഇത്തരത്തിലുള്ള വീഡിയോസിന് മക്കൾ സപ്പോർട്ടാണെന്ന് പറയുമോ? എനിക്ക് തോന്നുന്നില്ല ആ ഒരു രീതിയിൽ. കാരണം രേണുവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ, ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ വിമർശിക്കുകയാണ്. അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിലുള്ള കമന്റ് ബോക്സിൽ കാണുന്ന ഈ ഒരു മറുപടികളെല്ലാം. ഒരുപാട് പേര് രേണുവിനെ ബോഡി ഷെയ്മിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് ശരിയല്ല. ഒരാളുടെ ബോഡി ഷെയ്മിങ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരിക്കലും സാധ്യമല്ല. എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട്, അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട്. പക്ഷെ അത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കണം എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥ തന്നെയാണ്. അത് കേട്ടുകൊണ്ടേയിരിക്കും. അതിനെതിരെ പ്രതികരിച്ചു കേട്ട് ഒരു കാര്യവുമില്ല. പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ രേണു? ഇത്രയും തരം താണു പോകലേ. ആൾക്കാർ വെറുതെയല്ല അതും ഇതുമൊക്കെ രേണുവിനെ വിളിക്കുന്നേ. ജീവിക്കാൻ വേണ്ടി എന്ത് തോന്നിവാസവും എന്നായോ? സുധി ചേട്ടന്റെ ആത്മാവ് പൊറുക്കില്ല. ഒരു വീടായി മക്കളുടെ പേരിൽ അവരുടെ പഠിപ്പ്, ഫ്ലവേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട്. ജോലി കിട്ടും മൂത്ത മകന്. പിന്നെ കൂടപ്പുറപ്പിനെ പോലെ ലക്ഷ്മി നക്ഷത്രം സഹായിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം പണം ആരെങ്കിലും തരുന്നുണ്ടാവും. അതുകൂടാതെ അത്യാവശ്യം നല്ലൊരു ജോലി ആരെങ്കിലും ശരിയാക്കി തരാതെ ഇരിക്കില്ലല്ലോ. ജീവിക്കാൻ, മക്കളെ നോക്കാൻ ഇതൊക്കെ ധാരാളം. പിന്നെ എന്തിന് ഈ വൃത്തികെട്ട കാട്ടിക്കൂട്ടൽ? ഇത് കണ്ടാൽ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നവർ പറയും അത് കേട്ടിട്ടുണ്ട്. കോപിച്ചിട്ട് കാര്യമില്ല, എല്ലാം രേണു.
രേണു. പാവം ആ സുധിച്ചേട്ടനെ ഓർത്തിട്ടെങ്കിലും ഈ കാട്ടിക്കൂട്ടൽ നിർത്തും. കണ്ട, ഇത് മുൻപ് രേണുവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന കമന്റുകൾ തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് എതിരായിട്ടാണ് കമന്റ് ചെയ്യുന്നത്. ഈ കമന്റിൽ തന്നെ ഒരുപാട് പേര് മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇപ്പോഴുള്ള ജീവിതം അവർക്ക് രസം പിടിച്ചു പോയി. ശരിക്കും അങ്ങനെയല്ലേ നമുക്കും തോന്നുന്നത്. കാരണം ദിനം തോറും ഇത്തരത്തിലുള്ള വീഡിയോസ് തന്നെയാണ് ഇവർ കാണിക്കുന്നത്. അപ്പം ഇവരെ പറയുന്ന കാര്യത്തിൽ ഒരു തെറ്റുമില്ല. ഒന്ന് പറഞ്ഞൂടാ, ചിലവിന് കൊടുക്കാൻ പറയും. ശരിക്കും നമ്മൾ കണ്ടതാണ് വീഡിയോയിൽ. കാരണം രേണുവിന്റെ നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാരോട് രേണുവിന് പറയാനുള്ള ഇത് മാത്രമാണ്, ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ എനിക്ക് ചിലവിന് താ എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാണ് രേണു എല്ലാത്തിനുള്ള മറുപടി നിന്ന് ഒഴിയുന്നത്. അതിനെന്താ ഞാൻ പറയാന്ന് വെച്ചാൽ അറിയില്ല. അതിനൊക്കെയുള്ള ഒരു വഴിയാണോ ഇതൊക്കെ? മരിച്ചാലും സുധിച്ചേട്ടന് ഒരു സമാധാനമില്ലല്ലോ. ശരിക്കും എനിക്കും അങ്ങനെയാ തോന്നിയത് കേട്ടോ. കാരണം ഒരു കലാകാരൻ നമ്മളെ വിട്ടു പോകുമ്പോൾ ആ ഒരു മരണം കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര വേദനയായിരിക്കും. കാരണം അദ്ദേഹം സമ്മാനിച്ച ആ ഒരു പ്രതിഭ നമ്മളുടെ മനസ്സിലുണ്ടാകും. പക്ഷെ ഇപ്പോഴും ആ ഒരു മരണം നമ്മളെ എപ്പോഴും ഓർമ്മിക്കുകയാണല്ലേ. ഈ ഒരു രേണുവിന്റെ ഈ ഒരു ഇത്തരം ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ദിനം തോറും ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് മരിച്ചാലും സുധിച്ചേട്ടന് സമാധാനമില്ലല്ലോ എന്നുള്ളത്. കൊല്ലം സുധി എന്ന കലാകാരനെ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം എല്ലാവരെയും നന്നായി വേദനിപ്പിച്ചു. സത്യത്തിൽ രേണു ഈ ചെയ്യുന്നത് അദ്ദേഹത്തിന് അപമാനിക്കുന്നത് തുല്യമാണ്. പൈസയ്ക്ക് വേണ്ടി എന്ത് തരം താണ കാര്യം ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും ഒരു വിലയുണ്ട്, അത് കളഞ്ഞു കുളിക്കാതിരിക്കുക. ജീവിക്കാൻ ഈ തുണിയില്ലാതെ നടക്കൽ അല്ലാതെ എന്തൊക്കെ ജീവിത മാർഗമുണ്ട്. ഒരു കടയിൽ പോയി നിന്നാൽ പോലും മാസം ജീവിക്കാനുള്ളത് കിട്ടും. അന്തസ് വേണം ആദ്യം. ഇതൊക്കെ കണ്ടിട്ട് പറഞ്ഞു പോയതാ. ശരിക്കും ഇപ്പോഴ് ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊക്കെ കണ്ടിട്ട് ഇവരെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നത്. ഓൾറെഡി രേണു മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്തോ എയർപോർട്ടിലോ അങ്ങനെ എന്തോ ഒരു ജോലിക്കോ ഈ ഒരു രേണുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ മകൻ വിട്ടില്ല എന്നാ എന്തോ ആണ് അവർ കാരണം പറഞ്ഞിരുന്നത്. കിച്ചു വിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു ജോലി കിട്ടാൻ സാധ്യതയുള്ളവർക്ക് നിസ്സാരമായിട്ട് നല്ലൊരു ജോലി വേറെയും കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവിടെ തന്നെ ഒന്ന് അന്വേഷിച്ചാലും കിട്ടും. പുള്ളിക്കാരിക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതൊക്കെ വിട്ടിട്ട് ഇത്തരത്തിലുള്ള തരം താഴ്ന്ന വീഡിയോസുകൾ ചെയ്യുമ്പം ശരിക്കും ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഇവരെ കേൾക്കും. ഇനിയും തുടരുകയാണെങ്കിൽ ഇനിയും വിമർശനം. ഇനി ആ ഒരു കൊല്ലം സുധിച്ചേട്ടന്റെ പേരിനെ തന്നെ ഒരു കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പോലെ ആണ് ഓരോ കാര്യങ്ങളും ഇവർ ചെയ്യുന്നത്. ഞാൻ ഇന്ന് വരെ ഒരു കമന്റും പറഞ്ഞിട്ടില്ല, വായിക്കുകയല്ലാതെ. പക്ഷേ പറയാതിരിക്കാൻ തോന്നുന്നില്ല. സുധി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ല. വേറെ എന്തെങ്കിലും മാന്യമായ ജോലിക്ക് പോവാലോ. സിനിമ എന്താണെന്ന് സുധിക്ക് നന്നായി അറിയാം. ഭാര്യയെ വിറ്റ് കാശാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കില്ല. ഭാര്യയുടെ ശരീരം ഇത്തരത്തിൽ പ്രദർശിപ്പിക്കാൻ ഒരിക്കലും സുധി ആഗ്രഹിക്കില്ല. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് സുധി ആഗ്രഹിക്കും. പക്ഷേ ഈ രീതിയിലുള്ള സന്തോഷമല്ലെന്ന് മാത്രം. എന്തായാലും നല്ലത് വരട്ടെ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതൊക്കെ രേണുവിനോട് സ്നേഹമുണ്ടായിരുന്ന ആളുകളുടെ വാക്കുകളാണ്. കാരണം അവർക്ക് ഇത്തരത്തിൽ കമന്റ് ചെയ്യണതിന്റെ ഒരു അവസ്ഥ, കാരണം അവരും വിചാരിച്ചില്ലല്ലേ രേണു ഇത്തരത്തിൽ ഒരു വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടാവുന്നു. ആ ഒരു ഡ്രസ്സിന്റെ വൾഗാരിറ്റി തന്നെ അത് കാണിക്കുന്നുണ്ട്. എത്തരത്തിലാണ് ആ ഒരു ഷൂട്ടിംഗ് ചെയ്യുന്നതും എടുക്കുന്നത്. ഇപ്പം നിരന്തരം രേണു ചെയ്യുന്ന എല്ലാ ഷൂട്ടിങ്ങിലും ഇപ്പൊ ക്യാമറ കണ്ണുകൾ പോസ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ന്യൂഡിറ്റി തന്നെയാണ്. അവരിപ്പം എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് തിരിഞ്ഞാലും അവരുടെ ഇത്തരം ഭാഗങ്ങൾ തന്നെയാണ് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നത്. അത് അവരുടെ വീഡിയോകൾ അല്ലെങ്കിൽ മറ്റുള്ള ചാനൽ വീഡിയോസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. കാരണം ഈ ഒരു ലെവലിൽ രേണു സ്തുതി ആയിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരുടെ മനസ്സുകളിൽ ഇതൊക്കെ തന്നെയായിരിക്കും ചിന്ത. അവർക്ക് ഒരു പ്രശ്നമില്ല എന്ന് അവർ 100 ആവർത്തി ഇന്ന് പറയുന്നുണ്ട്. ഞാൻ അഭിനയിക്കുകയാണ്, അഭിനയം എന്ന് തിരിച്ചറിയാത്ത പൊട്ടന്മാരാണ് നമ്മൾ എന്നാണ് രേണു പറയുന്നത്. എന്തായാലും ഇത്തരം ഈ കമന്റ് സെക്ഷൻ മൊത്തം അവർക്ക് എതിരെ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ഓവറായിപ്പോയി, അതായത് അതിര് കടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിനെക്കുറിച്ച് ഞാനും എന്ത് പറയാനാണ്. ഒരു പെണ്ണായിട്ട് തന്നെ എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു അരോചകം തോന്നുന്നുണ്ട്. രേണുവിനെയൊക്കെ ഞാൻ മുൻപ് നല്ല സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. രേണുവിന്റെ ആ സിറ്റുവേഷനും അല്ലെങ്കിൽ രേണുവിനെ വിമർശിക്കുന്നവർക്കെതിരെ ഞാൻ സംസാരിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. ചാനൽ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്ത വീഡിയോസ് ആണ്. ഈ അടുത്ത 2-3 വീഡിയോസ് മാത്രമാണ് ഞാനും ഇത്തരത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്തരത്തിൽ നമുക്കൊരു വിഷമമുണ്ടാകും. കാരണം നമ്മളൊക്കെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഇത്തരത്തിൽ മാറുമ്പോൾ ആ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയാൻ, നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എന്തായാലും രേണു ഇനി ഇതുപോലത്തെ വീഡിയോസ് തന്നെയായിരിക്കും ചെയ്യുന്നത്. കാരണം വരുന്ന ഫോട്ടോഷൂട്ടുകളെല്ലാം അതുക്കും മേലെ എന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്.